നേരെ മുകളിലായി ഒരു ഓറഞ്ച് ത്തിന്റെ പശ്ചാത്തലത്തിൽ ജെയിംസ് ഗ്രീൻ എന്ന യുവാവ് വൃത്താകൃതിയിലുള്ള ക്യാൻവാസിൽ വരച്ച രാധാകൃഷ്ണന്മാരുടെ ഒരു വലിയ ചിത്രം അവിടെ തൂക്കിയിട്ടു. ഒരു മാതൃക എന്ന നിലയിൽ രാധാറാണിയുടെയും കൃഷ്ണന്റെയും പരുക്കൻ രീതിയിൽ വരച്ച ഒരു ഇന്ത്യൻ ചിത്രം തന്റെ ഭാഗവതത്തിന്റെ പുറം ചട്ടയിൽ നിന്നും നൽകി. ആ ചിത്രം വരയ്ക്കുവാൻ ജെയിംസിനെ ഭക്തിവേദാന്ത സ്വാമി ചുമതലപ്പെടുത്തിയിരുന്നു. രാധാറാണിയുടെയും കൃഷ്ണന്റെയും അമൂർത്തമായ ഒരു ചിത്രമായിരുന്നു അതെങ്കിലും അവിടേക്കു നിത്യ സന്ദർശകരായി എത്തിയിരുന്ന ലോവർ ഈസ്റ്റ് സൈഡിലെ കലാനിരൂപകർ ആ ചിത്രത്തെ ഒരു അത്ഭുതകരമായ നേട്ടമായി വാഴ്ത്തുകയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന തങ്ങളുടെ ചിത്രങ്ങളും പ്രിന്റ് ചെയ്ത പടങ്ങളും സ്വാമി അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ കെയ്ത്തിനും ഹൊവാർഡിനും വിശ്വാസം കുറവായിരുന്നു. അതിനാൽ അവ സ്വാമിജിയുടെ ഇരിപ്പിടത്തിൽ നിന്നും അകലെ ആ ക്ഷേത്രത്തിന്റെ തെരുവിനോട് അഭിമുഖമായ വശത്താണ് തൂക്കിയിട്ടത്. ഹനുമാൻ ആകാശത്തിലൂടെ ഒരു പർവ്വതത്തെ വഹിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അടുക്കലേക്ക് പോകുന്ന ഇന്ത്യയിലെ സാധാരണ കണ്ടുവരാറുള്ള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അതിലൊരെണ്ണം. ഹനുമാൻ എന്തുതരം ജീവസത്തയാണെന്നതിനെ കുറിച്ച് അവർക്ക് ഒരു വിവരവും ഇല്ലായിരുന്നു. മേൽചുണ്ടിന്റെ ആകൃതി കണ്ട് അത് ഒരു പൂച്ചയായിരിക്കും എന്നവർ ചിന്തിച്ചു. കൂടാതെ ഷഡ്ഭുജ രൂപത്തിലുള്ള പച്ച നിറത്തിൽ പെയിന്റ് ചെയ്ത ഒരു പുരുഷന്റെ ചിത്രം ഉണ്ടായിരുന്നു. അതിൽ 2 കരങ്ങളിൽ അമ്പും വില്ലും ഏന്തിയിരുന്നു. നീല നിറമാർന്ന മറ്റൊരു ജോഡി കരങ്ങളിൽ ഓടക്കുഴൽ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ സ്വർണ്ണ നിറമാർന്ന കരങ്ങളിൽ ഒരു ദണ്ഡും പാത്രവും ഏന്തിയിരുന്നു. സന്ധ്യയോടെ അവർ ആസനം തയ്യാറാക്കി കർട്ടനുകൾ തൂക്കി. അലങ്കാരപ്പട്ടു വിരികളും ചിത്രങ്ങളും ഭിത്തിയിൽ പിടിപ്പിച്ചു. ചിത്രങ്ങൾ തൂക്കിയിട്ടു. വേദിയെ പുഷ്പങ്ങളും മെഴുകുതിരികളും കൊണ്ട് അലങ്കരിച്ചു. ആരോ സ്വാമിക്ക് ചായയിരിക്കുവാനായി ആവശ്യത്തിലേറെ സ്പോഞ്ച് പിടിപ്പിച്ച ഒരു പഴയ കസേരയിൽ നിന്നെടുത്ത നിറം മങ്ങിയ കുഷനും കൊണ്ടുവന്നു. മോട്ട് സ്ട്രീറ്റിലെ അലങ്കാര വസ്തുക്കൾക്ക് പുറമെ സ്വാമിജിയുടെ നഗര പ്രാന്തത്തിലുള്ള ഒരു സ്നേഹിതനായ റോബർട്ട് നെൽസൺ തന്റെ മുത്തച്ഛന്റെ വകയായ ബെൽജിയം മാതൃകയിലുള്ള ഒരു പൗരസ്ത്യ കമ്പളം അദ്ദേഹത്തിന്റെ വാഹനപുരയിൽ നിന്നെടുത്ത് സബ്വേ വഴി 26 സെക്കൻഡ് അവന്യൂവിലേക്ക് കൊണ്ടുവന്നിരുന്നു. സൗജന്യ ഭക്ഷണത്തിനും കിടന്നുറങ്ങുവാനുമുള്ള മെത്തയിലും മാത്രം തത്പരനായിരുന്നു 2 ഹിപ്പികളായ റഹേലും ഡോണും പോലും ആ അലങ്കാരപ്പണിയിൽ പങ്കാളികളായി. രഹസ്യമായി ചെയ്തു തീർത്ത ആ അലങ്കാര വേലകൾ അവർ പുറത്തുവിടാതെ സൂക്ഷിച്ചു. സ്വാമിജിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് കാണാൻ എല്ലാ യുവാക്കളും ആഗ്രഹിച്ചു. അന്ന് രാത്രി അദ്ദേഹം കീർത്തനത്തിനായി അകത്തേക്ക് നടന്നു വന്നപ്പോൾ പുതുതായി അലങ്കരിക്കപ്പെട്ട ആ ക്ഷേത്രം കണ്ടപ്പോൾ അവിടെ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നുണ്ടായിരുന്നു. സംതൃപ്തിയിൽ പുരികങ്ങൾ ഉയർത്തി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മുന്നേറുകയാണ്. അതെ, ഇതാണ് കൃഷ്ണാവബോധം. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള സന്തുഷ്ടഭാവം മിക്കവാറും തങ്ങളുടെ ആത്മാർത്ഥ പരിശ്രമത്തിനുള്ള പ്രതിഫലമാണെന്ന് അവർ കരുതി. ഭക്തന്മാരെയും അലങ്കാരങ്ങളെയും കണ്ടുകൊണ്ട് അദ്ദേഹം വേദിയിൽ ആസനസ്ഥനായപ്പോൾ തങ്ങൾ പണിത ആ ആസനം ഉറപ്പുള്ളതായിരിക്കുമോ എന്ന ആശങ്കയിൽ അവർ ശ്വാസമടക്കി നിന്നു. അവർ അദ്ദേഹത്തെ സന്തുഷ്ടനാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അങ്ങേയറ്റം ഗൗരവത്തിലാണ് എന്ന് മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കാം. തങ്ങളുടെ പഴയ സ്വാമിജി തന്നെയാണ് മുന്നിലിരിക്കുന്നതെന്ന് അറിയാമായിരുന്നിട്ടും അവർ തങ്ങളുടെ ചിരി അടക്കി പിടിച്ചു. പരസ്പരമുള്ള അവരുടെ സന്തോഷം നിറഞ്ഞ നോട്ടങ്ങൾ അനിശ്ചിതത്വവും ഉത്കണ്ഠയും നിറഞ്ഞതായി മാറി. സ്വാമിജിയുടെ ഗൗരവം നിറഞ്ഞ മുഖം നിരീക്ഷിക്കവേ അല്പനിമിഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന അവരുടെ ആഹ്ലാദം ബാലിശമാണെന്ന തോന്നൽ അവർക്കുണ്ടായി. മേഘങ്ങൾ സൂര്യനെ മറയ്ക്കുന്നത് പോലെ സ്വാമിജിയുടെ ഈ ഭാവപ്പകർച്ച അവരിലേക്കും പകരുകയായിരുന്നു. അല്ലെങ്കിൽ അവർ സ്വയം തീരുമാനിക്കുമായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം അദ്ദേഹം പ്രശംസയുടെ രശ്മികൾ പൊഴിക്കുന്ന ഒരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് കരതാളം കയ്യിലെടുത്തു. അപ്പോൾ അവരുടെ ഹൃദയത്തിലും സന്തോഷത്തിന്റെ പ്രകാശം നിറയാൻ തുടങ്ങി. ഒളിഞ്ഞും തെളിഞ്ഞും വസിക്കുന്ന ധാരാളം പാറ്റകൾ, ചരിഞ്ഞ തറ, അപര്യാപ്തമായ വെളിച്ചം. ആ ക്ഷേത്രം അപ്പോഴും വളരെ ചെറിയൊരു മുറിയായി തന്നെ അവശേഷിച്ചു. എന്നാൽ അതിനുള്ളിലെ അലങ്കാരങ്ങൾ എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നുള്ളവയായിരുന്നതിനാൽ അതിനൊരു വിശ്വാസ്യമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ചും സ്വാമിജി വേദിയിൽ ഉണ്ടാകുമ്പോൾ അകത്തേക്ക് കടന്നു വരുന്ന അതിഥികൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ഇന്ത്യൻ ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന
പ്രതീതി ഉളവായി തുടങ്ങി. ഭക്തി വേദാന്ത സ്വാമി തന്റെ അനുയായി വൃന്ദത്തെ ഒന്ന് നോക്കി. അവർ തനിക്ക് വേണ്ടി ബഹുമാന്യമായ ഒരു ആസനം തയ്യാറാക്കിയതും ഭഗവാൻ കൃഷ്ണന്റെ വാസസ്ഥലമായ ഈ മുറി അലങ്കരിക്കുന്നതിന് അവർ നടത്തിയ ശ്രമവും അദ്ദേഹത്തെ വികാരാധീനനാക്കി. ഒരു ഭക്തൻ ഭഗവാൻ കൃഷ്ണന് എന്തെങ്കിലും സമർപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല അദ്ദേഹം കാണുന്നത്. അത് അദ്ദേഹത്തിന് ഒരു പുതിയ അനുഭവവും അല്ലായിരുന്നു. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് പുതിയ അനുഭവമായിരുന്നു. ന്യൂയോർക്കിൽ ഭക്തിയുടെ ബീജം വളരുകയായിരുന്നു. സ്വാഭാവികമായും ആ പുതുമുളയുടെ ഉദ്യാന പാലകൻ എന്ന നിലയിൽ അത് സാധ്യമാക്കിയ കൃഷ്ണന്റെ കാരുണ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഭിത്തിയിലെ ചിത്രങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് അദ്ദേഹം പറഞ്ഞു, നാളെ ഞാൻ ഈ ചിത്രങ്ങളെ പരിശോധിച്ച് ഏതൊക്കെയാണ് നല്ലതെന്ന് പറയാം. അടുത്ത ദിവസം ഭക്തിവേദാന്ത സ്വാമി അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്ന പുതിയ ചിത്രങ്ങൾ വിലയിരുത്തുന്നതിനായി വന്നു. അതിലൊരു ചിത്രം ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുന്നതും ഒപ്പം ഒരു പുരുഷൻ മൃദംഗം വായിക്കുന്നതുമായിരുന്നു. ഇന്ന് നന്നായിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇനി ഒന്ന് കൂടുതൽ ലൗകികമായിട്ടുള്ളതായിരുന്നു. അത് ഒരു സ്ത്രീയുടേതായിരുന്നു. അതിനെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, ഈ ചിത്രം അത്ര നല്ലതല്ല. ഉത്കണ്ഠാകുലരായ ഹോവാർഡ്, കെയ്ത്ത്, വാലി എന്നിവരാൽ അനുഗതനായി അദ്ദേഹം ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തിലേക്ക് പോയി. ഷഡ്ഭുജ രൂപത്തിലുള്ള ആ ചിത്രം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആഹാ, ഇത് വളരെ നന്നായിട്ടുണ്ട്. ആരാണിത്? വാലി ചോദിച്ചു. ഇത് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്, സ്വാമിജി പ്രതിഭജിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് 6 കരങ്ങളുള്ളത്? കാരണം അദ്ദേഹം സ്വയം രാമനും കൃഷ്ണനുമാണെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ മറ്റു 2 കൈകൾ എന്താണ്? കെയ്ത്ത് ചോദിച്ചു. അവ ഒരു സന്യാസിയുടെ കരങ്ങളാണ്. അദ്ദേഹം അടുത്ത ചിത്രത്തിനടുത്തേക്ക് നീങ്ങി. ഇതും വളരെ നന്നായിട്ടുണ്ട്. ഇതാരാണ്? ഹോവാർഡ് ചോദിച്ചു. ഇത് ഹനുമാനാണ്. അദ്ദേഹം ഒരു പൂച്ചയാണോ? അല്ല, അദ്ദേഹം ഒരു വാനര ശ്രേഷ്ഠനാണ്, സ്വാമിജി മറുപടി പറഞ്ഞു. രാമായണത്തിൽ ഹനുമാൻ ഭഗവാൻ രാമചന്ദ്രമൂർത്തിയുടെ വീരനും വിശ്വസ്തനുമായ സേവകനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷക്കണക്കായ ഭാരതീയർ രാമ അവതാരത്തെയും അദ്ദേഹത്തിന്റെ സേവകനായ ഹനുമാനെയും ആരാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീരകൃത്യങ്ങൾ നാടകങ്ങളായും സിനിമകളായും മറ്റു കലാരൂപങ്ങളായും ക്ഷേത്ര ചടങ്ങുകളിലും മറ്റും സ്ഥിരമായി പ്രദർശിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ ഹനുമാൻ ആരാണെന്നറിയാത്ത ഈ മോട്ട് സ്ട്രീറ്റ് നിവാസികളായ ചെറുപ്പക്കാരുടെ അജ്ഞത കൃഷ്ണന്റെ ചിത്രം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന സ്വാമിജിയുടെ ചോദ്യത്തിന് മുന്നിൽ നിർവികാരമായി നോക്കി നിന്ന നഗരത്തിലെ വൃത്തകളുടേതിനേക്കാൾ ഒട്ടും കുറവായിരുന്നില്ല. ലോവർ ഈസ്റ്റ് സൈഡിലെ ഈ യോഗ തത്പർക്ക് ഹനുമാനെ ഒരു പൂച്ചയിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൂടാതെ ഇന്ത്യയിൽ അവരുടെ ഹാഷിഷ് താവളങ്ങളിൽ നിന്ന് എവിടുന്നോ കാട്ടിയ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ചിത്രം അദ്ദേഹം ആരെന്ന് പോലും അറിയാതെ കൂടെ കൊണ്ടുപോന്നിരുന്നു. എന്നിരുന്ന ഹരേ കൃഷ്ണ, സമയം കഴിഞ്ഞിരിക്കണു. നമ്മളെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് ദേവകി മാതാജിയെ സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തത്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിദീർഷദന്തമോന്തം സംസാരിണാം കരുണയാഗപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ശൃണ്വതാം സ്വഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹി ഭദ്രാണി വിദ്നോതി സുഹൃത്സദാ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം.
കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ കീ ജയ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ആരും ഹരേ കൃഷ്ണ പറയത്തെ എന്താ? ആർക്കും അനക്കമില്ലേ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. നമ്മളവിടെ 37 വരെ എടുത്തു അല്ലെ? 38 ഇനി എടുക്കാനുള്ളത് ഭാഗവതം. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. 38ാമത്തെ ശ്ലോകം എടുക്കണം അല്ലെ? 37 നമ്മള് സത്യഭാമയെ കുറിച്ചും അതുപോലെ ദ്വാരകയിലെ രാജ്ഞിമാരുടെ ഭഗവാനോടുള്ള സ്നേഹത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ 38ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഭഗവാൻ എന്ന് പറയുമ്പോഴേ ഭഗവാൻ എന്ന വാക്കിനെ നമ്മൾ ഭ ഗ വ എന്ന് 3 അക്ഷരം കൊണ്ട് നമ്മൾ പറയുന്നു. അപ്പൊ ഭ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭ എന്ന് പറയുമ്പോഴേ നമ്മളെ നിലനിർത്തി പോകുക, നമ്മളെ സസ്റ്റെയിൻ ചെയ്യിക്കുക, നമ്മളെ നിലനിർത്തുന്ന ആൾ അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആള് ഭ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സസ്റ്റെയിനർ ആൻഡ് പ്രൊട്ടക്റ്റർ. നമ്മളെ സംരക്ഷിക്കാൻ ഒരാളുണ്ട്. അഥവാ നമുക്ക് എന്തൊരു ആപത്ത് വന്നാലും നമുക്ക് എന്തൊരു പ്രയാസം വരുമ്പോഴും നമ്മൾ എന്താ ചെയ്യുക? എന്റെ ഭഗവാനെ, എന്റെ കൃഷ്ണ എന്നല്ലേ വിളിക്കുക നമ്മള്. അല്ലെങ്കിൽ നമുക്ക് അത്രയും കൃഷ്ണമായിട്ട് അടുപ്പമില്ലാത്തവരെന്ത് ചെയ്യും? ഒന്ന് എന്റെ മഹാദേവ അല്ലെങ്കിൽ എന്റെ ദേവി ഇങ്ങനൊക്കെ പറയും അല്ലേ? യഥാർത്ഥത്തിൽ നമ്മളെ ഭ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളിപ്പൊ ഇത്രയും ഭാഗവതം പഠിച്ച് നിങ്ങൾക്കറിയാം നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്നതും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ആരാണെന്നുള്ളത് അല്ലെ? ബാക്കി എല്ലാം ഇവരും ഉണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തരോട് നമ്മുടെ ഭാവം അനുസരിച്ച് ഓരോരുത്തരോടായിരിക്കും സ്നേഹം വരികയെങ്കിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് അറിയാവുന്നത്. പിന്നെ ഭ കഴിഞ്ഞാൽ പിന്നെ ഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ ഉദ്ദേശിക്കുന്നത് നമ്മളെ ലീഡ് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആള്. നമ്മുടെ സൃഷ്ടി നടത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരിലാണോ നമ്മൾ നിലകൊള്ളുന്നത് അങ്ങനെ ആ ഒരു ലീഡ് ചെയ്ത് കൊണ്ടുപോകും, നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് വിടുന്ന ആള് അല്ലെങ്കിൽ നമ്മളെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആള് ഗ കൊണ്ട് ഉദ്ദേശിക്കുന്നു. വ എന്ന് പറയുമ്പം നമ്മളെ എല്ലാ ലിവിങ് എൻറ്റിറ്റീസും നിങ്ങളിപ്പോ ഭഗവത്ഗീത ഒരുപാട് കാലം കൊണ്ട് പഠിക്കുന്നു. അപ്പം ഭഗവത്ഗീതയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഡ്വെല്ലിംഗ് പ്ലേസ് എവിടെയാണ്, നമ്മൾ ആരിലാണ് നിലകൊള്ളുന്നത്. നമ്മൾ എല്ലാ ലിവിങ് എൻറ്റിറ്റീസ് എല്ലാ ജീവജാലങ്ങളും, നമ്മൾ മാത്രമല്ല ജീവജാലങ്ങളെല്ലാം തന്നെ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനിൽ നിലകൊള്ളുന്നു എന്ന് നിങ്ങൾ പഠിച്ചു. അപ്പൊ എല്ലാ ലിവിങ് എൻറ്റിറ്റീസും നിലകൊള്ളുന്നത് എവിടെയാണോ അതാണ് വ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ആ ഒരു ഇൻകൺസീവബിൾ ആയിട്ടുള്ള പൊട്ടൻസി എന്തിലൊക്കെയാണ്? നോളജ്, എനർജി, സ്ട്രെങ്ത്, ഓപ്പുലൻസ്, ഇതെല്ലാം അതിന്റെ അല്പഘടകങ്ങളെല്ലാം നമുക്ക് തന്ന് നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഭ ഗ വ ഇത് 3 ഉള്ള ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ജനനത്തിനും അതുപോലെ വളർച്ചയ്ക്കും സ്ഥിതിക്കും പ്രത്യുൽപാദനത്തിനും ക്ഷയത്തിനും അതുപോലെ മരണത്തിനും
ഇതെല്ലാം നമ്മുടെ കർമ്മങ്ങളെ സാധ്യമാക്കി തീർത്തുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മളെ കാത്തു സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം. അപ്പം ഇവിടെ നമ്മള് അതിലെ 38ാമത്തെ ശ്ലോകത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ കഴിഞ്ഞതിൽ നമ്മൾ പഠിച്ചു ഭഗവത് സൃഷ്ടിക്കുള്ളിലെ സർവ്വതിന്റെ യജമാനൻ ഭഗവാനാകയാൽ, ആ വാക്കുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്, ഭഗവാനാകയാൽ പ്രപഞ്ചത്തിന്റെ ഏതു ഭാഗത്തുമുള്ള അത്യപൂർവ വസ്തുക്കൾ കരസ്ഥമാക്കുക എന്നത് ദ്വാരകയിലെ രാജ്ഞിമാരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമായിരുന്നില്ല. അപ്പം അവര് യഥാർത്ഥത്തിൽ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നു എങ്കിലും അവര് ഭഗവാനോടൊപ്പം ജീവിക്കുകയായിരുന്നതിനാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഈ ഭൂമിക്ക് അപ്പുറത്തുള്ള എല്ലാ വസ്തുക്കളെ, ഏത് വസ്തുക്കൾ വേണമെങ്കിലും അവർക്ക് കരഗതമാക്കാൻ കഴിഞ്ഞു. കാരണം എന്താണ്? അവരതിന് തക്ക പുണ്യം ചെയ്തിട്ടാണ്. ഇപ്പൊ സത്യഭാമ എന്ത് പുണ്യമാണ് ചെയ്തിരുന്നതെന്ന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ സത്യഭാമ ചെയ്തിരുന്നത്രയും പുണ്യം, അവരുടെ ആ പുണ്യമാണ് അവരെ ഭഗവാനിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായി. ഹരേ കൃഷ്ണ. അവിടുത്തെ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം നമ്പർ 38. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദു പ്രവീരാഹി അകുതോ ഭയാമുഹുഃ അതിക്രമന്ത്യംഘ്രിഭിരാഹൃതാം ബലാത് സഭാം സുധർമാം സുരസത്തമോചിതാം. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദു പ്രവീരാഹി അകുതോ ഭയാമുഹുഃ അതിക്രമന്ത്യംഘ്രിഭിരാഹൃതാം ബലാത് സഭാം സുധർമാം സുരസത്തമോചിതാം. യദ്ബാഹുദണ്ഡ അഭ്യുദയ അനുജീവിനോ. അപ്പം അതിനെ ഓരോ വാക്കുകളായിട്ട് നമുക്ക് അതിനെ പിരിക്കാം. യത് ബാഹുദണ്ഡ. അപ്പൊ യത് ബാഹുദണ്ഡ അഭ്യുദയ ഒരു വാക്ക. യത് ബാഹുദണ്ഡാഭ്യുദയ. യത് ബാഹുദണ്ഡ അഭ്യുദയ. പിന്നെ അനുജീവിനഃ യദു പ്രവീര ഹി അകുതോഭയ. അതാണ് ഹ്യു അകുതോഭയ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ഹി അകുതോഭയ മുഹുഹു എന്നാണ്. മുഹുഹു അതിക്രമന്തി അംഗ്രിഭി ആഹൃതാം ബലാത് സഭ സുധർമ്മ സുരസത്തമ ഉചിത. ഇത്രയും വാക്കുകൾ. യത് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരുപാട് ശ്ലോകത്തിൽ പഠിച്ചു. യത് എന്ന് പറഞ്ഞാൽ ആരുടെ. ബാഹുദണ്ഡം എന്താണ്? ബാഹുക്കൾ. അഭ്യുദയ സ്വാധീനിക്കപ്പെടുന്നു. അനുജീവിനഃ സർവദാ ജീവിക്കുന്ന, നമ്മളോടൊപ്പം ജീവിക്കുന്ന. അനുജീവിനഃ സർവദാ അല്ലെങ്കിൽ ഒപ്പം ജീവിക്കുന്ന അനുജീവിനഃ. യദു മീൻസ് എല്ലാവർക്കും അറിയാം, യദുകുലത്തിലെ അംഗങ്ങൾ. പ്രവീര മിടുക്കന്മാർ, നല്ല സമർത്ഥരായ ആൾക്കാർ. ഹി അകുതോഭയ എല്ലാ തരത്തിലും നിർഭയരായിരുന്നു, ഭയമില്ലാത്തവരായിരുന്നു. ഹി അകുതോഭയ. പിന്നെ മുഹുഹു എന്ന് പറഞ്ഞാൽ നിരന്തരമായി. അതിക്രമന്തി ഓവർകം ചെയ്തു പോവുക, തരണം ചെയ്തു പോവുക. അതിക്രമന്തി. അംഗ്രി മലയാളത്തിലെ വാക്ക പാദം അല്ലെ. അംഗ്രിഭി ആഹൃതാം കൊണ്ടുവന്നു, അത് സംസ്കൃതം. ആഹൃതാം കൊണ്ടുവന്നു. ബലാത് മീൻസ് ബലാത്കാരമായി. സഭയിൽ. സുധർമ്മൻ. സുരസത്തമ ദേവന്മാരിൽ ഉത്തമനായിട്ടുള്ളവൻ. ഉചിതാം അർഹതയുള്ള. ഇത്രയും വാക്കുകളാണ് അതിനകത്ത് ഉള്ളത്. ശ്ലോകം ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്തോ പ്രഭു, എന്താ മാതാജി? ഹരകൃഷ്ണ. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദു പ്രവീരാഹ്യകുതോ ഭയാമുഹുഃ അതിക്രമന്ത്യംഘ്രിഭിരാഹൃതാം ബലാത് സഭാം സുധർമാം സുരസത്തമോചിതാം.
സുരസത്തമോചിതാം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കീ ജയ്. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാത്മജാതം സഹഗണരഘുനാഥാന്യതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാന്യതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപീശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. നമുക്ക് അതിന്റെ വിവർത്തനം നോക്കാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്. യദുകുലത്തിലെ പ്രവീരന്മാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാഹുക്കളാൽ സംരക്ഷിക്കപ്പെടുകയാൽ എല്ലാവിധത്തിലും സദാ നിർഭയരായി വസിച്ചിരുന്നു. ശ്രേഷ്ഠരായ ദേവന്മാർക്ക് അർഹതയുള്ളതിനെ അവരിൽ നിന്നും തട്ടിപ്പറിക്കിയാൽ അവർ പാദങ്ങളാൽ സുധർമ്മന്റെ സമ്മേളന മന്ദിരത്തിന്മേൽ ഊറ്റമായി ചവിട്ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യദുകുല പ്രവീരന്മാരെ കുറിച്ചാണ്. യദുകുലത്തിലെ ഭഗവാനോടൊപ്പം വന്നിട്ടുള്ള ആൾക്കാര് അവരെപ്പോഴും ഭഗവാന്റെ സംരക്ഷണത്തിലായിരുന്നു, അവർ നിർഭയരായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ. ധന്യവാദ്. പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദു പ്രവീരാഭ്യഹുദോയോ മുഹു അതിക്രമന്ത്യം കൃപിനാകൃതാബലാത് സഭാം സുധർമാം സുരസത്തമോചിതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഒരാളുടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. നമോ ഭഗവതേ വാസുദേവായ. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദുപ്രവീരാഹ്യ കുതോപയാമുഹു അതിക്രമന്താകൃപിരാകൃതാബലാത് സഭാം സുധർമാ സുരസത്തമോചിതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദു പ്രവീരാഹ്യ കുതോ ഭയാമുഹു അതിക്രമന്ത്യം കൃപിരാഹൃതാംബലാത് സഭാം സുധർമാ സുദസത്തമോചിതാം. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ശ്രീലഭഗവതിക്ക് ഓം നമോ ഭഗവതി വാസുദേവായ. യദ്ബാഹുദണ്ഡാം അവിധേയ അനുജീവന യത് പ്രവീരാഹി അഹൂതഭയാമുഹു അതിക്രമന്തി അംഗ്രിവി ആഹൂതാം ബലാത് സഭാം സുധർമാം സുരസത്തമോചിതാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒന്ന് ശ്രദ്ധിക്കും മാതാജി. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദു പ്രവീരാഹ്യകുതോ ഭയാമുഹു അതിക്രമന്ത്യംകൃപിരാഹൃതാംബലാത് സഭാം സുധർമാം സുരസത്തമോചിതാം. ഹരേ കൃഷ്ണ. നമുക്കപ്പോഴേ ഇതിലെന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അവിടുത്തെ ദ്വാരകയിൽ ഭഗവാന്റെ കൂടെ താമസിച്ചിരുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ലോകത്തിലെ നിത്യബദ്ധന്മാരുമുണ്ട്, പിന്നെ ആരുണ്ട്? നിത്യമുക്തന്മാരുമുണ്ട്. നമ്മൾ പല ക്ലാസ്സിലും അത് ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? നിത്യമുക്താസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരെല്ലാം എറ്റേണലി ലിബറേറ്റഡ് ആണ്. അവരെ അതീന്ദ്രിയ സേവനത്തിന് വേണ്ടി വന്നിട്ടുള്ളവരാണ്. അവരെന്നും മുക്തന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ആരെ? നിത്യമുക്താസ് എന്ന് പറയുന്നത്. ഈ നിത്യബദ്ധാസ് എന്ന് പറയുമ്പോഴേ അവരെങ്ങനെയുള്ള ആളാണ്? എറ്റേണലായിട്ട് എങ്ങനെയുള്ളവരാണ്? കണ്ടീഷൻഡ് ആണ്, ബദ്ധരായിരിക്കുന്നവരാണ്. അപ്പൊ രണ്ടു തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം. അപ്പം ഒരു മെറ്റീരിയൽ ബോണ്ടേജിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. അവരാണ് ഈ നിത്യ ബദ്ധരായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവർ ഏത് മായയ്ക്ക് അടിമപ്പെട്ടിരിക്കും? തീർച്ചയായും അവരെന്താണ്? എക്സ്റ്റേണൽ എനർജിക്ക്
അടിമപ്പെട്ടവരെ ആയിരിക്കും, ബാഹ്യശക്തിക്ക് അടിമപ്പെട്ടവരായിരിക്കും. അപ്പൊ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള ബന്ധം അവര് മറന്നുപോയിരിക്കുന്നു. അപ്പൊ അവരെ ഭൗതികമായ സന്തോഷത്തിനായി പല പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പോകുന്നവരാണ് എന്താണ് എറ്റേണലായിട്ട് എന്താണ് നിത്യമുക്തരും നിത്യബദ്ധരും. എറ്റേണലായിട്ട് എന്താണ് ബദ്ധരായിട്ടിരിക്കുന്നത്. ഇനി ചോദിക്കും അവർക്ക് ബദ്ധതയിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ വരും. കാരണം അവർക്കൊരു ചാൻസ് കൂടി ഭഗവാൻ തീർച്ചയായും കൊടുക്കും. അവര് നിത്യബദ്ധരായിട്ട് നിൽക്കുകയാണെങ്കിലും, നിത്യബദ്ധരെന്ന് പറയുന്നെങ്കിലും അവർക്കൊരു ചാൻസ് കൊടുക്കും. എങ്ങനെ? ഭക്തന്മാരെ പറഞ്ഞുവിട്ട് അവരെ എങ്ങനെയെങ്കിലും അവരുടെ മനസ്സ് മാറ്റിച്ച് തിരിച്ചു പോകാനുള്ള ഒരു ചാൻസ് കൂടി ഭഗവാൻ അവർക്ക് കൊടുക്കാറുണ്ട്. മുക്തരെ കുറിച്ച് പിന്നെ നമുക്കത് പറയേണ്ട കാര്യമില്ല. ഭഗവാന്റെ ലീലകൾ ആടാൻ വേണ്ടി അവരിവിടെ വരുന്നു. ഭഗവാൻ പറയുന്നത് പോലെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ഭഗവാൻ ഒരക്ഷരം പോലും പറയില്ല, പക്ഷെ ഇച്ഛ അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ഇച്ഛ അനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടേ ഇരിക്കുന്നവരാണ് നിത്യമുക്തരെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ദ്വാരകയിലുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുക്തരായ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ഭഗവാനോടൊപ്പം ലീലകൾ ആടിയിട്ട് തിരിച്ചു പോകാൻ വന്നവരാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാകും? അഹങ്കാരം തലപൊക്കും എന്നുള്ളതാണ്. അപ്പൊ ആ അഹങ്കാരം തലപൊക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? അതിന് തക്ക അടി അവിടെ കൊടുത്തിട്ട് അവരെ മനസ്സിലാക്കി കൊടുത്ത് അവരെ എങ്ങനെയെങ്കിലും ഭഗവാൻ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും ഭഗവാന്റെ മക്കളാണ് എല്ലാവരും. അപ്പൊ ഭഗവാനെ തിരിച്ചു കൊണ്ടുപോയേ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ തിരിച്ചു പോകാൻ നമ്മള് അതിനു വേണ്ട പദ്ധതികൾ, പ്ലാനിങ് നമ്മൾ നടത്തേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ നേരിട്ടുള്ള സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആത്മാർത്ഥരായ സേവകരെ ഭഗവാൻ എല്ലാവിധ ഭയത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പം അവർക്ക് ഭയമേ ഇല്ല. അവർക്ക് എന്താണ്? എന്റെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഭയക്കുന്നത്? അർജുനൻ പലപ്പോഴും പറയത്തില്ലായിരുന്നു, എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത്, എന്തെല്ലാം പ്രശ്നമാണ് അർജുനന് വന്നിട്ടുള്ളത്, ആ സമയത്തൊക്കെയും സുഖമായി കിടന്നുറങ്ങും അർജുനൻ. ഭഗവാൻ അതിന് പ്ലാനിങ് കണ്ട് എത്തിക്കോണം, അല്ലേ? ജയദ്രഥന്റെ കാര്യമൊക്കെ വന്നപ്പോഴെന്താണ്? അപ്പൊ ഭഗവാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നോ? നിനക്ക് എന്താണ് അടുത്ത പ്രഭാതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് ചോദിക്കുമ്പോ പറയുന്നു, ഞാൻ എന്തിനാണ് അതൊക്കെ ഓർക്കുന്നത്? അത് നോക്കാൻ എൻ്റെ കൂടെ ആളില്ലേ എന്ന ചോദ്യമാണ് അർജുനിൽ നിന്ന് വരുന്നത്. അപ്പം എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള നമ്മുടെ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ പറയുന്ന നാക്കെടുത്ത് പറയുന്നതല്ല, വേറെ ആ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയവും ഉണ്ടാകത്തില്ല. ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാകുകയും ചെയ്യും. ഭഗവാൻ അതിനുള്ള പദ്ധതി ഒരുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ നമ്മള് അങ്ങനെ ഭഗവാന്റെ നേരിട്ടുള്ള സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആത്മാർത്ഥരായ സേവകരെ ഭഗവാൻ എല്ലാവിധ ഭയത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ വരണമെങ്കിൽ എത്രമാത്രം പ്രയാസമാണ്. നമ്മളെ വളരെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ ആ ഒരു നേരിട്ടുള്ള ആ ഒരു ആത്മാർത്ഥമായ ഭഗവാൻ ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്? സമോഹം സർവഭൂതേഷു നമേ ദേഷ്യോസ്തിന പ്രിയ ഏ ഭജന്തിത് മാ ഭക്തിയ. ആ ഒരു അപ്പൊ എങ്ങനെയാണ് ഭക്തിയോടുകൂടി ആരാണോ എന്നെ ഭജിക്കുന്നത്? അപ്പം എനിക്കെല്ലാവരോടും ഒരേപോലെ ഉള്ളൂ, അല്ലാതെ ഞാൻ ആരോടും യാതൊരു പ്രത്യേകതയും കാണിക്കുന്നില്ല. കാരണം എല്ലാം എൻ്റെ വിഭിന്നാംശങ്ങളാണ്. ഈ വന്നിരിക്കുന്ന ഒന്നും തന്നെ ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള ആൾക്കാരെല്ലാം തന്നെ എന്താണ്? എൻ്റെ വിഭിന്നാംശം. പക്ഷെ എന്തുകൊണ്ട് ചിലർക്ക് ഭഗവാന്റെ കാരുണ്യം കൂടുതൽ കിട്ടുന്നു, ചിലർക്ക് ഭഗവാന്റെ കാരുണ്യം കുറച്ച് കിട്ടുന്നു? അവിടെ നമുക്കിപ്പോ തോന്നും സമൂഹം സർവഭൂതേഷു എന്നുള്ളത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പം പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ശരിയാണ്. എങ്ങനെ ശരിയാകുന്നു? എങ്ങനെയാണോ നമുക്ക് ആ കാരുണ്യം കിട്ടാൻ വേണ്ടി നമ്മള് ശ്രമിക്കുന്നതിനനുസരിച്ചേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ആ കാരുണ്യം കിട്ടുകയുള്ളൂ. അപ്പം വലിയ മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്ന അവസരത്തില് മലകളിൽ നിന്നും ഒലിച്ചു വരുന്ന ജലം, കാരണം സാധാരണ മഴ പെയ്തും അങ്ങ് പോയി, അപ്പം ഒരുപാട് ജലം ഇങ്ങനെ ഒലിച്ചു വരുന്ന അവസരത്തില് അത് എവിടെയാണ് കിട്ടുക? വളരെ താഴ്ന്ന സ്ഥലത്തേക്കാണ് അത്
ഒഴുകിയെത്തുന്നത്. അതേ സമയത്ത് അതേപോലെ ഉയർന്നു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങ് ഒഴുകി പോകുകയും ചെയ്യും. അതുപോലെ നമ്മുടെ മനസ്സിലെ അപ്പൊ ഒഴുകി പോകും, താഴ്ന്ന സ്ഥലത്തേക്ക് അത് ഒഴുകി എത്തുകയും ചെയ്യും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ എല്ലായിടവും മഴ ഒരുപോലെയാണ് കിട്ടിയത്. മഴ പെയ്തു, ഒരുപോലെ കിടന്ന സ്ഥലത്ത് നിന്ന് വെള്ളം ഒന്നുകിൽ താണുപോയി അല്ലെങ്കിൽ ഒലിച്ചുപോയി. അതേസമയം താണു കിടക്കുന്ന സ്ഥലത്ത് കുറെ നേരം ആ ജലം വന്ന് അടിഞ്ഞിക്കിടക്കുകയും ചെയ്യും. അതുപോലെ ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഒരുപോലെ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കാരുണ്യം ആരാണോ വളരെ ഹൃദയത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ആ ഭഗവാനെ ചിന്തിച്ച് ഭഗവാന്റെ ആ ഇഷ്ടം മതി എന്ന ഭാവനയിലെത്തുന്നു, എന്നുവെച്ചാൽ ഭാവനയല്ല, ആ രീതിയിലേക്ക് ആ പ്രവൃത്തിയിൽ കൂടി അത് കാണിച്ചു കൊടുക്കുന്നത്, അവർക്ക് ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് തീർച്ചയായും ഭഗവത് കാരുണ്യം കൂടെ ഉണ്ടാകും. അല്ലാതെ സമൂഹഭൂതേഷു നമേ, എനിക്ക് ആരോടും യാതൊരു ദേഷ്യവും ഇല്ല. പക്ഷെ എങ്ങനെയാണ് ഭക്തിയാ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് തീർച്ചയായും ഞാൻ എന്ത് കൊടുക്കും? എന്റെ കാരുണ്യം കൂടുതലായിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാ ജീവാത്മാക്കളോടും ഭഗവാൻ ഒരുപോലെ തന്നെ പെരുമാറുന്നു. അതായത് അദ്ദേഹം എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടെ വീക്ഷിക്കുന്നു. എന്നാൽ അദ്ദേഹം സ്വഭക്തരോട് പക്ഷപാതമുള്ളവനാകുന്നു. ഭഗവാനെ കൂടുതൽ അറിയുകയും ഭഗവാന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് ഭഗവാൻ വളരെയധികം കാരുണ്യം കാണിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് അവരോട് പ്രത്യേക പ്രീതിയുണ്ട് എന്ന് പറയുന്നു. അപ്പം പ്രത്യേക പ്രീതി ആരോടാണ് ഉള്ളത്? ഭഗവാനോട് കൂടുതൽ ഭക്തിയോടുകൂടി ഭഗവാനെ അറിയുന്നവർക്ക്, ഭഗവത് സേവ ചെയ്യാൻ കഴിയുന്നവർക്ക്. സമൂഹം സർവഭൂതേഷു നമേ ദേശയോസ്തിന പ്രിയ ഏ ഭജന്തിതു മാം ഭക്തിയാ മൈതേ ദേശിച്ചാര്യം. അതുപോലെ അതിനടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. ഇനി അഥവാ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ നമുക്ക് തെറ്റുപറ്റാം, അല്ലെ? അപ്പം അങ്ങനെയൊക്കെ അല്പം ദുരാചാരം ചെയ്തു പോയി എങ്കിലും അവന്റെ മനസ്സ് ശരിയാണെങ്കിൽ, അതോ സർക്കംസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ പോലും നമ്മൾ മനസ്സ് ശരിയായി ഭഗവാനെ അറിയുന്നവരാണെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? അവനെ സാധുവായി തന്നെ കണക്കാക്കുകയും സമ്യക് വ്യവസിതോഹി സഹ, അവനെ കാരുണ്യത്തോടു കൂടി ഞാൻ കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാൻ ആ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പം ആത്മാർത്ഥമായ സേവകരെ എല്ലാ ഭയത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ രണ്ട് ശ്ലോകങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം ഒരു തെറ്റ് നമ്മുടെ പറ്റിപ്പോയി, അയ്യോ ഇനി ആ തെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഭഗവാൻ അങ്ങ് കളയും എന്നൊന്നും വിചാരിക്കണ്ട. തെറ്റ് പറ്റിപ്പോയാലും എന്റെ മനസ്സ് ശരിയാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ദ്വാരകാപുരിയിലെ അവിടെ അഭിവൃദ്ധി നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ശ്രേഷ്ഠരായ ദേവന്മാരുടെ അന്തസ്സിനും പദവിക്കും ഒത്ത രീതിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ സഭ നിർമ്മിച്ചിരുന്ന സ്വർഗത്തിൽ നിന്ന് സഭ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭുവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളന മന്ദിരമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അപ്പം അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ വസിക്കുന്നിടത്തോളം കാലം ദേവന്മാർക്ക് എന്തെല്ലാം കരഗതമായിട്ടുണ്ടോ അതെല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു എന്നും നമുക്കറിയാം. അപ്പൊ അങ്ങനെ യദുകുലത്തിലെ അംഗങ്ങൾ അങ്ങനെ ദിവ്യമായ ആ സമ്മേളന മന്ദിരം അവിടെ കണ്ടിരുന്നു. അവർക്ക് അവിടെ പോയി കാണാൻ പറ്റാത്തവർക്ക് ഇവിടെ ദ്വാരകാപുരിയിൽ ആ സുധർമ്മ മന്ദിരത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. അതിനെ ബലാത്കാരമായി കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്വാരകയിൽ സ്ഥാപിച്ചു എന്നും പറഞ്ഞിരിക്കുന്നു. അത് ഭഗവാനാൽ സംരക്ഷിക്കപ്പെടുന്നതായതിനാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ കാരുണ്യവും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് വസ്തുക്കൾ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് സാധ്യമായിരുന്നു. ഭഗവാൻ അത് കരഗതമാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന്. ശ്രീകൃഷ്ണ ഭഗവാൻ അതുപോലെ തന്നെ അവരുടെ ദ്വാരകാവാസികളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ സദാസന്നദ്ധനായിരുന്നു. ഭഗവാൻ ഇവരെ കൊണ്ടുവന്നത് തന്നെ അങ്ങനെയാണല്ലോ. അവരെ സ്വന്തം ഭക്തരെ കൂടി അപ്പൊ നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കാമെന്ന് ഭൂമി ദേവിക്കും അതുപോലെ മറ്റ് ദേവന്മാർക്കും വാക്ക് കൊടുക്കുന്ന അവസരത്തിൽ
ഉടൻ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ആരൊക്കെ ആരായി ഇവിടെ വന്ന് ജനിക്കണം. ഭഗവാന്റെ മക്കളായിട്ട് നമ്മൾ ആരെയൊക്കെ കണ്ടു, ചന്ദ്രവ്യൂഹത്തിലുള്ള ആൾക്കാർ കൂടെ തന്നെ ഭഗവാനോടൊപ്പം ഇവിടെ എത്തുകയും ചെയ്തു. ഭഗവാന്റെ കൂടെ തന്നെ ഭഗവാന്റെ മക്കളായും കൊച്ചുമക്കളായിട്ടും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വിശ്വപ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയായിരുന്ന വസ്തുക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം എവിടെ ഏതൊരു ഈ 14 ലോകങ്ങളിൽ എവിടെ കിട്ടാകുന്ന എന്തും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം ബദ്ധാത്മാവ് എന്നാൽ പോലും ആ മുമ്പേ നമ്മൾ പറഞ്ഞു എറ്റേണലി ലിബറേറ്റഡ് കൊണ്ട് അല്ലേ, അപ്പൊ അവരെല്ലാവരും അങ്ങനെയുള്ളവരും ഉണ്ട്. എന്നാൽ മറ്റുള്ളവരില്ല എന്നും പറയാനൊക്കത്തില്ല. അതും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഭഗവാന്റെ കൃപയെ പരിപൂർണമായി ആശ്രയിക്കുന്ന ഒരു ശിശുവിനെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ലാത്തതുപോലെ ഒരു മുക്താത്മാവിന് ഒരിക്കലും ഭീതി ഉണ്ടാവുകയില്ല. അതേസമയം മറ്റുള്ളവർക്ക് ഭഗവാനെ ആശ്രയിക്കാൻ ബദ്ധാത്മാവിന് ഭയം എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരു ജീവാത്മാവ് ഭഗവാനുമായുള്ള തന്റെ ശാശ്വത ബന്ധത്തെ വിസ്മരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അപ്രകാരം സുഷുപ്തിയിലായിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അവൻ അനുഭവപ്പെടുന്ന ഒരു തരത്തിലുള്ള മിഥ്യയാണ് ഭീതാവസ്ഥ. നമുക്ക് ഭയം വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകുന്നെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാനെ മറന്നു പോകുന്നു. നമുക്കറിയാം ഭഗവത്ഗീതയിലെ നജായതേ മ്രിയതേ വാ കദാചിത് ന്യായം ഭൂത്വാ ഭവിതാവാനഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഏകദേശം 2:20-21 അപ്പൊ ആ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന മാതിരി അപ്പൊ അവിടെ ഭഗവാൻ ആരാണ്? ഹന്യമാനെ ഒരു തരത്തിലും ഭഗവാനെ ആർക്കും ഒന്നും ചെയ്യാൻ ആവുകയില്ല. അങ്ങനെയുള്ള ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് എന്തിനാണ് ഭയം? ജീവാത്മാവിന്റെ വ്യവസ്ഥാപിതമായ ഘടന അനുസരിച്ച് ഒരിക്കലും അതിന് ജന്മമരണമില്ല. അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പ്രാചീനനാണ് ആത്മാവെ. ഒരു 2ാമത്തെ അധ്യായം മുഴുവൻ ആത്മാവ് ആരാണ് എന്ന് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ പിന്നെ എന്തിനാണ് ഭയം എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പം ഭയം വരുന്നത് എപ്പോഴാണ്? ചിലപ്പം നമുക്ക് ആ ഭഗവത് ചിന്ത കുറയുമ്പോൾ, ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ആകാത്ത ഒരവസരത്തിൽ നമ്മൾ എപ്പോഴാണത് ബദ്ധാത്മാവ് എപ്പോഴാണോ എക്സ്റ്റേണൽ എനർജിയുടെ കീഴിലാകുന്നത്, അഥവാ എന്താണ് ആ ഒരു ബഹിരംഗ ശക്തിയുടെ കീഴിലാകുന്നത്, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയം ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് ശ്രീലപ്രഭുപാദരെ ഉറക്കത്തെ ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും ഒക്കെ കാണുന്ന ഒരു സ്വപ്നത്തിൽ നമ്മൾ പലതും കണ്ട് ഉണ്ട്. ആ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ഉണർന്നു നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ഒക്കെ ഇവിടെ എക്സാമ്പിൾ നമുക്ക് അതെല്ലാം വെറും കാൽപ്പനികമാകുന്നു. യഥാർത്ഥത്തിൽ ആ സ്വപ്നത്തിൽ കാണുന്നതൊന്നും അവിടെ ഇല്ലാത്തതാണ്. അപ്പം ജാഗരമായ അവസ്ഥയും അതുപോലെ ഒരു സ്വപ്നത്തിൽ അടങ്ങിയ അവസ്ഥയെ കുറിച്ചൊക്കെ ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഭാവാർത്ഥത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുപോലെ തന്റെ നിലയെ കുറിച്ച് ഭഗവാൻ ആരാണ്, ജീവാത്മാവ് ആരാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി അതിൽ മറക്കാത്ത ഒരുവൻ ഒരിക്കലും സംഭ്രാന്തനാകുകയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം? നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മള് ഭഗവാന്റെ അംശമാണ് എന്ന് അതിന് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. അത്രമാത്രം ആ മനസ്സ് നമ്മള് ചിലപ്പോൾ ചതിക്കും. അതോ ആ മനസ്സിനെ നമ്മള് ഇത് എപ്പോഴും ഓർമ്മപ്പെടുത്താൻ നമ്മൾ തയ്യാറാക്കണം. അപ്പം ഭഗവാനെ സേവിക്കുന്നതിൽ ഇതിലുള്ളവരെ വളരെ എപ്പോഴും അവര് തയ്യാറായിരുന്നു സേവിക്കുന്നതിൽ. അപ്പം അവരെ ഭയപ്പെടുത്താനായി അവർക്കൊരിക്കലും ഭയം ഉണ്ടായില്ല. എന്തുകൊണ്ട് ഭയം ഉണ്ടായില്ല? അവർക്ക് ഓവർ കോൺഫിഡൻസ് വന്നു ലാസ്റ്റില്. പക്ഷെ അവർക്കൊരിക്കലും ഭയം ഉണ്ടായില്ല. കാരണം എന്താണ്? എപ്പോഴും അവർക്കറിയാം തങ്ങളുടെ കൂടെ ഭഗവാനുണ്ട്, എവിടെ പോയാലും ഭഗവാൻ ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം. നമുക്കല്ല, അവർക്കറിയാമായിരുന്നു. നമുക്കും അറിയാം. പക്ഷെ എന്താണ്, നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഭയപ്പെടുത്താൻ ആരും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ട് എന്നവരെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ദ്വാരകവാസികളുടെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനോടൊപ്പം ഇവിടെ കൊണ്ടുവന്നു. അവരെല്ലാം വേണ്ട രീതിയിൽ അവിടെ ഭഗവാനെ സേവിക്കുകയും ചെയ്തു. ചില സന്ദർഭത്തിൽ അവരിൽ ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവരെ സംരക്ഷിക്കുക. അതാണ് അഭിജയത് സുദുരാചാരോ ഭജതേമാം അനന്യഭാഗ്.
സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി സഹ എന്ന്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ കാണുന്നത്, ആത്മാർത്ഥതയോട് ഭഗവാനാണ് എനിക്കുള്ളത്, വേറെ ആരുമല്ല എന്നെ സംരക്ഷിക്കാനുള്ളത് എന്നുള്ളത്, ഒരു കുട്ടി ഒരു യാത്ര എവിടോട്ടേലും പോകുമ്പോ എന്തെങ്കിലും കണ്ട് ഭയന്നാൽ തന്റെ അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെയാണോ ഭയമില്ലാതെ നിലകൊള്ളുന്നത്. അതേസമയം ആരുമില്ലെങ്കിൽ ആ കുട്ടി പേടിച്ചോടും എന്തെങ്കിലും ആപത്ത് വന്നാൽ. അതേസമയം അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ ആ കുട്ടി വളരെ സന്തോഷവാനായി അതിനെ ഒന്നും ഭയക്കത്തില്ല. കാരണം എന്താ, അച്ഛനാണ് നോക്കുന്നുള്ളത്. ആ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ എങ്ങനെയാണ് കാണേണ്ടത്? അജാതപക്ഷായിവ മാതരംഘക സ്തന്യം യഥാവത്സതരാക്ഷുതാർത്ഥ പ്രിയം പ്രിയേവ വിസിതം വിഷണ്ണ മനോരവിന്ദാക്ഷതേ ത്വാം. അപ്പൊ ആ ഒരു സേവ നമുക്ക് ഭഗവാന്റെ ആ ഒരു ഇത് നമുക്കിടെ മനസ്സിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ ഒരു പറവക്കുഞ്ഞുങ്ങള് അജാത പക്ഷാ ഇവ മാതരംഘക, അമ്മ ഇപ്പം വന്നിട്ട് എനിക്ക് തീറ്റി തരും. കുഞ്ഞുങ്ങൾക്ക് തനിയെ പോയി, പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് തനിയെ പോയി തീറ്റി എടുത്ത് കഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അമ്മ ഇപ്പൊ എത്തും, എനിക്ക് ആഹാരം ഇപ്പൊ കിട്ടും എന്ന ചിന്താഗതിയിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റേജ്, അതായത് പക്ഷാ ഇവ മാതരംഘക സ്തന്യം യഥാവത്സധരാക്ഷുതാർത്ഥ. ഒരു പശുക്കിടാവ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് അതിനെ കെട്ടിയിട്ടിട്ട് കറക്കാൻ ശ്രമിക്കുമ്പോഴേ അതിനെ അഴിച്ചു വിട്ട് കുടിപ്പിച്ചിട്ട് പാലെടുക്കാൻ നമ്മളെ അതിനെ ശ്രമിക്കുന്ന അവസരത്തിൽ ഇപ്പൊ എനിക്ക് പാല് കിട്ടും, എന്നെ ഇപ്പൊ അഴിച്ചു വിട്ടും എന്റെ അമ്മയുടെ അടുത്തേക്ക് വിടും, ആ ഒരു രീതിയിൽ അത്രമാത്രം അതിനു വേണ്ടി അത്ര ആത്മാർത്ഥയോടുകൂടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രിയം പ്രിയേവ വിസിതം വിഷണ്ണ, വൃത്രാസുരൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രിയം പ്രിയേവ വിസിതം വിഷണ്ണ, പ്രിയൻ ഇപ്പോൾ എത്തും. ആ പ്രിയ എങ്ങനെയാണോ ഒരു പ്രിയനെ കാത്തിരിക്കുന്നത്, അവൻ പ്രിയനെ ഉടനെ എത്തുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു പ്രിയ എങ്ങനെ കുടുംബത്തിൽ ഇരിക്കുന്നു, അതുപോലെ മനോരവിന്ദാക്ഷതേത്വം അത്രമാത്രം ആഗ്രഹത്തോടു കൂടി ആ മുഴുവൻ മനസ്സും ഭഗവാനിലേക്ക് അങ്ങ് ലയിപ്പിച്ചുകൊണ്ട് എനിക്കിപ്പൊ എന്റെ ഭഗവാൻ ഇവിടെ എത്തും, ആ ഒരു ചിന്ത, എന്റെ കൂടെ ഭഗവാനുണ്ട്, ഭഗവാൻ ഇല്ലാതെ ഒന്നും നടക്കുന്നില്ല, അത്രമാത്രം മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവാനെ തന്നെ മതി എന്നുള്ള ആ ചിന്തയോടുകൂടി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായും ആ അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ്. അപ്പം വൃത്രാസുരൻ അവസാനം വന്ന സമയത്ത് പോലും പ്രാർത്ഥിക്കുകയാണ്, അജാതപക്ഷായിവ മാതരംഘക സ്തന്യം യഥാവത്സതരാക്ഷുതാർത്ഥ പ്രിയം പ്രിയേവ വിസിതം വിഷണ്ണ മനോരവിന്ദാക്ഷതേത്വം. ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു, എനിക്ക് വേറെ ഒരു രക്ഷയുമില്ല, ആ ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമേ ഇല്ല എന്നുള്ള ചിന്താഗതിയിൽ നമ്മുടെ പ്രവർത്തനം എപ്പോൾ കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഇവർക്ക് അതെല്ലാം സാധിച്ചു കിട്ടി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇനി ശ്ലോകം 39. കച്ചിത്തേനാമയം താത പൃഷ്ടതേജാ വിഭാസി മേ അലബ്ധമാനോ അവജ്ഞാത കിം വാ താതചിരോഷിതഃ. കച്ചിത്തേനാമയം താത പൃഷ്ടതേജാ വിഭാസി മേ അലബ്ധമാനോ അവജ്ഞാത കിം വാ താതചിരോഷിതഃ. കച്ചിത്തേനാമയം താത പൃഷ്ടതേജാ വിഭാസി മേ അലബ്ധമാനോവജ്ഞാത കിം വാ താതചിരോഷിതഃ. കച്ചിത് തേ അനാമയം, കച്ചിത്തേനാമയം, അതിനെ പിരിക്കുമ്പോ കച്ചിത് തേ അനാമയം. പിന്നെ അടുത്ത വാക്ക് താത, പിന്നെ പൃഷ്ടതേജ, പൃഷ്ടതേജ വിഭാസി മേ അലബ്ധമാനോ, അലബ്ധമാന, അലബ്ധമാനഃ എന്ന് പിരിക്കുന്നു. അലബ്ധമാനഃ ഒറ്റ വാക്ക്. അവജ്ഞാതഃ കിം വാ താത ചിരോഷിതഃ. കച്ചിത് തേ അനാമയം. കച്ചിത് എന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മളിപ്പോ കച്ചിത് ഒരുപാട് പഠിച്ചു അല്ലെ. കച്ചിത് അല്ലേ, ഇല്ലേ എന്നൊക്കെ ഉള്ളത്. കച്ചിത് തേ അനാമയം. അനാമയം എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലും ഉണ്ട് അനാമയം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരമൊക്കെ ശരിയാണോ, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കത്തില്ലേ, അനാമയം.
താത, എന്റെ പ്രിയപ്പെട്ട സഹോദര. താത, താത എന്നുള്ള വാക്ക് നമ്മള് പലയിടത്തും ഇപ്പൊ കണ്ടു. വിതുരരെ താത എന്ന് വിളിക്കുന്ന കണ്ടു അല്ലെ. അപ്പൊ താത, എന്റെ പ്രിയ സഹോദര. പ്രഷ്ട, പ്രഷ്ട മീൻസ് നശിപ്പിക്കുക. തേജഹ, തേജസ്, ശരീരത്തിന്റെ തേജസ് അല്ലെങ്കിൽ കാന്തി, ഭംഗി. ബിഭാസി, തോന്നുന്നു. മേ, എനിക്ക്. അലബ്ധമാന, അലബ്ധമാന എന്ന് പറഞ്ഞാൽ ആദരവില്ലായ്മ. അവജ്ഞാത, അവജ്ഞാത മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ഒഴിവാക്കുന്ന ഭാവം എന്ന് വെച്ചാൽ ഒരു അവജ്ഞയോടുകൂടി മാറ്റി നിർത്തുന്ന ഭാവത്തെയാണ് അവജ്ഞാത. കിം, അതോ. വാ, അല്ലെങ്കിൽ. താത, അടുത്ത 2 വാക്ക് അവിടെ താത വന്നേക്കുന്നത്. എന്റെ സഹോദര. ചിരോഷിത, ദീർഘകാല ഒരിടത്ത് താമസിക്കുന്നതുകൊണ്ടുള്ള മാറ്റം, അതാണ് ചിരോഷിത. കച്ചിത്തേനാമയം താത പൃഷ്ഠതേജ വിഭാസിമേ അലബ്ധമാനോവജ്ഞാത കിം വാ താത ചിരോഷിതഃ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കച്ചിത്തോ നാമയം താത പൃഷ്ഠതേജ വിഭാസി മേ അലബ്ധമാനോ അവജ്ഞാത കിം വാ താത ചിരോഷിതഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ആരാണ്? ഒരു പ്രഭു ആണോ വായിക്കാൻ വന്നത്? ഹരേ കൃഷ്ണ. അതെ അതെ. മാതാജി, ഞാൻ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് ആരും വായിക്കുന്നില്ല. ഹരേ കൃഷ്ണ. കച്ചിത്തേഹനാമയം താത പൃഷ്ഠതേജാഭിഭാസി മേ അലബ്ധമാനോ അവജ്ഞാത കിം വാ താത ചിരോഷിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശ്രീല ഗുരുപ്രബോധത്തിലെ ഓ നമോ ഭഗവതേ വാസുദേവേ. കച്ചിത്തേന അനാമയം താത ഭ്രഷ്ട തേജോ വിഭാസി മേ അലബ്ധമാനാ അവജ്ഞാത കിം വാ താത ചിരോഷിത. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. അനാമയം, അനാമയം അല്ലെങ്കിൽ കച്ചിത് തേനാമയം എന്ന് പറഞ്ഞാലും അതിനെ പിരിക്കുമ്പോ കച്ചിത്ത് തേ അനാമയം എന്ന് വരും കേട്ടോ. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കച്ചിത്തേനമയം ദാധ കച്ചിത്തേനാമയം ദാധ പൃഷ്ഠതേജാ വിഭാസി മേ അലബ്ധമാനോ അജ്ഞാത കിം വാ താത ചിരോഷിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ട്രാൻസ്ലേഷൻ അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു എന്താണ്, ദേവന്മാരുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും പദവിക്കും അനുസരിച്ച് ബലാത്കാരമായി പല വസ്തുക്കളും ദ്വാരകയിൽ കൊണ്ടെത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ആ ഭഗവാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു എന്ന് കണ്ടു. അവരെല്ലാവരും നമ്മളെ കുടുംബത്തിൽ സ്വപിതാവിന്റെ കൃപയെ ആശ്രയിച്ച് ജീവിക്കുന്നത് പോലെ ജീവാത്മാക്കൾ എല്ലാം അവിടെ സ്വതന്ത്രരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ജീവാത്മാവിന്റെ ഘടനയെ കുറിച്ച് നമ്മൾ ഓർക്കണം. അതിന് ജനന മരണങ്ങളിൽ അജനാണ് നിത്യനാണ് എന്നൊക്കെ പറഞ്ഞു. ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം അറിയുന്നവനെ ഒരിക്കലും സംഭീതനാകുന്നില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അത് അറിയാത്ത നമ്മളെ പോലുള്ളവർക്ക് പലപ്പോഴും ഭീതാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നു എന്നും പറഞ്ഞു. ഇവിടെ ദ്വാരകാവാസികൾ ഭഗവാനെ സേവിക്കാൻ ജാഗരൂകരായിരുന്നു. അവിടെ ആർക്കും ഭയമേ ഉണ്ടായിരുന്നില്ല. ഉണ്ടായാൽ തന്നെ അവരെ രക്ഷപ്പെടുത്താൻ ഭഗവാൻ ഉണ്ട് എന്ന ഭാവവും അവരിൽ ഉണ്ടായിരുന്നേ എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ അവിടെ നമ്മളെ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസീയത് യത്തവസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. നമ്മളെ എന്തൊന്ന് ചെയ്യുമ്പോഴും ഇപ്പം അവിടെ നിന്ന് ബലപ്രയോഗത്തിൽ ഇവിടെ കൊണ്ടുവന്നു എന്ന് കൊണ്ടുവന്നെങ്കിൽ സുധർമ്മന്റെ കൊണ്ടുവന്നെങ്കിൽ പോലും അതെങ്ങനെയാണ്, ആർക്ക് വേണ്ടി കൊണ്ടുവന്നു? ഭഗവാന്റെ ശ്രേയസ്സിന്. ഭഗവാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഏറ്റവും ഉന്നതമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഭഗവത് സന്നിധിയിൽ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അത് പലതും ഇവിടെ
കൊണ്ടുവന്നത്. സത്യഭാമയ്ക്ക് വേണ്ടി ഓരോന്നും ചെയ്തു നമുക്കറിയാം. യുദ്ധം വരെ ഭഗവാൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം ഭഗവാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം, അത് കഴിഞ്ഞപ്പോ എല്ലാം പോയി. ഭഗവാന്റെ തേജസ്സിനനുസരിച്ച് എല്ലാം ഇവിടെ വേണം എന്നുള്ളതാണ്. അതാണ് യത് കരോഷി, എന്ത് ചെയ്താലും, യഥാസ്നാസി, എന്ത് ചിന്തിച്ചാലും ശരി, എന്ത് ചെയ്താലും ശരി, യജുഹോഷി ഗതാസിയത്, എന്ത് കൊടുത്താലും, എന്ത് ചെയ്താലും, എന്ത് സ്നാനം ചെയ്താലും ശരി, എല്ലാം ഏത് തപസ് ചെയ്താലും, തത് പുരുഷം, നീ ചെയ്യുന്ന എന്ത് ചെയ്യുന്നോ അതെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് മറന്നു പോകരുതാത്ത ഒരിതാണത്. അപ്പം യത്കരോഷി യദസ്നാസി യജുഹോഷി ദദാസിയത് തപസ്യസി ഗൗന്ദേയാ പുരുഷം അതർപ്പണം. അങ്ങനെ ചെയ്താൽ എന്താണ്? ശുഭാശുഭ പരൈരേവം മോക്ഷസേ കർമ്മബന്ധനൈഹി. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനാകാൻ കഴിയും. ഒരു പക്ഷേ പാരിജാതം അവിടെ നിന്ന് ഭഗവാന് വേണ്ടിയല്ല കൊണ്ടുവന്നിരുന്നതെങ്കിൽ അവിടെ കർമ്മബന്ധം ഉണ്ടാകും. ഇത് ഭഗവാന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് അതിൽ കർമ്മബന്ധം ഉണ്ടാകുന്നില്ല. അതുപോലെ സുധർമ്മ സഭ അതിവിടെ ബലാത്കാരം കൊണ്ടുവന്നത് ഭഗവാന് വേണ്ടിയായതുകൊണ്ട് അവിടെ ആ കർമ്മബന്ധം അവരെ കൊണ്ടുവന്നവരുന്നവരെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ശ്ലോകങ്ങളൊന്നും മറക്കാതെ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ അത്രയും തീർന്നു. നമ്മൾ ഒരു വീക്ഷണകോണിൽ നിന്ന് എന്തെല്ലാം യുധിഷ്ഠിരൻ ചോദിക്കാമോ അതെല്ലാം ചോദിച്ചു. അപ്പം ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, ഒരാൾ വന്നു ചേർന്നു, അയാളുടെ ദുഃഖത്തെ കുറിച്ച്, അയാളുടെ ഭാവമാറ്റത്തെ കുറിച്ച് പല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അർജുനനോട്. ഇനിയും വേറെ രീതിയിലാണ് ചോദിക്കുന്നത്. അവിടുത്തെ ദ്വാരകയിലെ ക്ഷേമത്തെ കുറിച്ച്, അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച്, ഇതെല്ലാം ചോദിച്ചതിന് ശേഷം അവിടെ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നിടത്തോളം കാലം അവിടെ അശുഭകരമായി യാതൊന്നും സംഭവിക്കില്ലെന്ന് ഒരുവിധം അനായാസത്തിൽ അദ്ദേഹം അങ്ങ് ചിന്തിച്ചുറപ്പിച്ചു. അപ്പം പറയാൻ ഞാൻ വിവർത്തനം വായിച്ചില്ലല്ലേ. എന്റെ പ്രിയ സോദര അർജുന, ദയവായി എന്നോട് പറഞ്ഞാലും നിന്റെ ആരോഗ്യസ്ഥിതി ക്ഷേമകരം തന്നെയല്ലേ? നീ എന്താണ് ഇങ്ങനെ മൂകനായിട്ടിരിക്കുന്നത് എന്നുള്ളതിൽ ചോദിക്കുക. തേജസ് നഷ്ടപ്പെട്ടവനെ പോലെ നീ കാണുന്നു. എന്തുകൊണ്ട്? അർജുനനെ ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. അത്രമാത്രം എപ്പോഴും നരനാരായണന്മാരാണ് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ഒരിക്കലും എന്താണ് ഒരു തേജസ് നഷ്ടപ്പെട്ടവനായി കണ്ടിട്ടില്ല. ദീർഘകാലത്തെ ഒരുപാട് കാലം അവിടെ താമസിച്ചത് കൊണ്ട് ആരെങ്കിലും നിന്നെ തിരസ്കരിച്ചുവോ? അതോ ആരെങ്കിലും നിന്നോട് അനാദരവ് കാട്ടിയോ? അതുകൊണ്ടാണോ നീ ഈ വിധത്തിൽ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അവിടെ. അപ്പം ഒരുവിധം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ശരീര ചൈതന്യം നഷ്ടപ്പെട്ടവനെ പോലെ അർജുനൻ കാണപ്പെടുകയാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ അർജുനന്റെ ശാരീരിക സൗഖ്യത്തെക്കുറിച്ചും സ്വകീയ ക്ഷേമത്തെക്കുറിച്ചും ഒഴിച്ചുകൂടാനാവാത്ത ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്. അദ്ദേഹത്തോട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മള് ഒരു ശ്രദ്ധയോടുകൂടി അനുജനെ കാണുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആവേശം അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് കാണുന്നു. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നോക്കാം. ഇതിനകത്ത് വലുതായിട്ട് നമുക്ക് പറയാവുന്നില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യത്തെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്ലോകം 40. കച്ചിന്നാഭിഹതോ ഭാവൈ ശബ്ദാദിഭിരമംഗളൈഹി ന ദത്തമുക്തമതിർ അർത്ഥിഭ്യ ആശയായത് പ്രതിശ്രുതം കശ്ചിന്നാഭിഹതോ ഭാവൈഹി ശബ്ദാദിഭിരമംഗളൈഹി ന ദത്തമുക്തമർത്ഥിഭ്യ ആശയായത് പ്രതിശ്രുതം. കശ്ചിത് ന അഭിഹതഃ ഭാവൈഹി, അഭാവൈഹി എന്നുള്ളതാണ് അവിടെ. അഭാവൈഹി ശബ്ദ ആദിഭിഹി എന്നവിടെ വരും. രായ അവിടെ വന്നിട്ടുണ്ട്. അത് പിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണത്. ശബ്ദാദിഭിരമംഗളൈഹി അവിടെ രാ വന്നു അല്ലെ. ശബ്ദ ആദിഭിഹി വിസർഗം അവിടെ ഉണ്ട് എന്ന് മറക്കരുത്. അമംഗളൈഹി. പിന്നെ ന ദത്തം ഉക്തം അർത്ഥിപ്യ, അങ്ങനെ പിരിക്കണം. ദത്തം ഉക്തം അർത്ഥിപ്യ, ദത്തം ഉക്തം അർത്ഥിപ്യ. പിന്നെ ആശയ യത് പ്രതിശ്രുതം. കശ്ചിത് ന അഭിഹിതഃ അഭാവൈഹി ശബ്ദ ആദിഭിഹി അമംഗളൈഹി ന ദത്തം ഉക്തം അർത്ഥിഭ്യ ആശയ യത് പ്രതിശ്രുതം. കച്ചിത് എന്ന് വെച്ചാൽ അതോ. ഇപ്പം അല്ലേ, മുമ്പേ ശ്ലോകത്തിൽ നമ്മൾ അല്ലേ എന്ന് കണ്ടു. ഇവിടെ അതോ അങ്ങനെയോ എന്ന് ചോദിക്കാൻ എല്ലാം ഒരർത്ഥം. ന ഇല്ല. അഭിഹത, അഭിഹത എന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുക, സംബോധന ചെയ്യുക. അഭിഹത. അഭാവൈഹി
എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംഭാഷണം. അഭാവൈഹി ശബ്ദ ആദിഭിഹി, ശബ്ദം എന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദം കൊണ്ട്, വാക്കുകൾ കൊണ്ട്. അമംഗളൈഹി അമംഗളകരമായിട്ടുള്ള. പിന്നെ ഞാന്ന് വെച്ചാൽ ഇല്ല. ദത്തം ദാനം കൊടുക്കുക. ഉക്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ദത്തം ഉക്തം. പിന്നെ അടുത്ത അർത്ഥിഭ്യ ചോദിച്ചവനെ, ആരാഞ്ഞവനെ. ആശ മീൻസ് പ്രതീക്ഷ. ആശയ യത് എന്ത്. പ്രതിശ്രുതം വെച്ചാൽ കൊടുക്കാമെന്ന് സമ്മതിച്ചു, വാഗ്ദാനം ചെയ്തു എന്നുള്ള പ്രതിശ്രുതം. കച്ചിന്നാഭിഹതോഭാവൈഹി ശബ്ദാദിഭിരമംഗളൈഹി നദത്തമുക്തമർത്ഥിഭ്യ ആശയായത് പ്രതിശ്രുതം. ഭാവാർത്ഥം ട്രാൻസ്ലേഷൻ ഭക്തിവേദാന്ത സ്വാമി. അപ്രിയമായ വാക്കുകളാൽ അങ്ങനെ ആരെങ്കിലും അഭിസംബോധന ചെയ്യുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തുവോ, ആരെങ്കിലും ആവശ്യപ്പെട്ട ദാനം നൽകാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങ് നൽകിയ വാഗ്ദാനം നിറവേറ്റാനോ കഴിഞ്ഞില്ലല്ലോ. അടുത്ത ചോദ്യമാണ്, എന്താണ് നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം വായിച്ചോളൂ. രണ്ടുപേര് വായിച്ചു. ഹരേ കൃഷ്ണ. കച്ചിന്നാഭീഹതോ ഭാവൈ ശബ്ദാദിഭീമമംഗളൈ നദത്യമുക്തമർത്ഥിഭ്യോ ആശയായത് പ്രതിശ്രുതം. ഹരേ കൃഷ്ണ. ദത്തമുക്തം അർത്ഥിഭ്യ, ഇഭ്യുമില്ല, അർത്ഥിഭ്യ, അർത്ഥിച്ചിട്ട്. അർത്ഥിഭ്യ. അതെ, ഇതുവരെ വായിക്കാത്ത ഒരാളുടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കച്ചിന്നാഭിഗതോ ഭാവൈ ശബ്ദാദിഭിയമംഗളൈഹി ന ദത്തമുക്തമർത്ഥഭ്യ ആശയായത് പ്രതിശ്രുതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എന്റെ ഭാവാർത്ഥം. അപ്പം ഇവിടെ പറയുന്നത്, ഏതെങ്കിലും തരത്തില് വഴിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അല്ലെങ്കിൽ നീ നിനക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാതായോ. ഒരു ക്ഷത്രിയനാണ് അർജുനൻ. അപ്പോൾ ക്ഷത്രിയനാവുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അത് നടന്നില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി ആരെങ്കിലും പണം ആവശ്യപ്പെട്ടോ? അപ്പൊ ചിലപ്പോഴൊക്കെ ആൾക്കാരെ ക്ഷത്രിയരെ സമീപിക്കും. എനിക്ക് വളരെ കഷ്ടപ്പാടാണ്, എന്തെങ്കിലും കിട്ടണം, അതിനുവേണ്ടി വരാറുണ്ട്. അങ്ങനെ പണം ആവശ്യമുള്ളവർ ചിലപ്പോഴൊക്കെ ക്ഷത്രിയരെയോ അല്ലെങ്കിൽ സമ്പന്നരെയോ ഒക്കെ സമീപിക്കാം. അങ്ങനെ ദാനത്തിന് വരുന്നവരെ സഹായിക്കുക, അവർക്ക് പരിഗണിച്ച് ദാനം കൊടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മള് ചോദിക്കുന്നവർക്ക് അവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? അപ്പം അങ്ങനെ ഒരു ക്ഷത്രിയന്റെ ബാധ്യതയ്ക്ക് അനുസരിച്ച് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? അങ്ങനെ ആ വ്യക്തിയോട് നിനക്ക് പശ്ചാത്താപം തോന്നിയിട്ടാണോ? ചിലപ്പോൾ നിന്നെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പല കാരണങ്ങൾ കാണാം. വഴിയിൽ നീ ഇത്രയും ദൂരം യാത്ര ചെയ്താണ് വന്നിരിക്കുന്നത്, അപ്പോൾ ആ കാരണം കൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ നിനക്ക് പരാജയപ്പെടേണ്ടതായി വന്നു, അല്ലെങ്കിൽ അതിന്റെ വിമർശനത്തിന് നിനക്ക് പാത്രമാകേണ്ടി വന്നു. അപ്പം അങ്ങനെ അർജുനൻ ഈ വ്യസനകരമായ ഈ മ്ലാനമായിരിക്കുന്ന മുഖം കണ്ടിട്ട് പല രീതിയിലുള്ള സംഭാഷണം ഇങ്ങനെ ചോദിക്കുകയാണ്. നിനക്ക് എന്താണ് പറ്റിയത്? നിനക്ക് ആരെങ്കിലും, നീ ഒരു ക്ഷത്രിയനാണ്, നിനക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റിയില്ലേ? മറ്റുള്ളവരിൽ നിന്ന് ഒരു നിന്ദാസൂചകമായ എന്തെങ്കിലും നിനക്കുണ്ടായോ? അങ്ങനെ വ്യസനകരമായ അവസ്ഥയ്ക്ക് എന്താണ് കാരണമെന്ന് ചോദിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം, 41ാമത്തെ ശ്ലോകം. കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം ശരണോപസൃതം സത്വം നാത്യാക്ഷി ശരണപ്രദഃ. അപ്പം കച്ചിത്വം ബ്രാഹ്മണം ബാലം, കച്ചിത് ത്വം ബ്രാഹ്മണം ബാലം, കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം, ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം ശരണോപസൃതം സത്വം, ശരണ ഉപസൃതം സത്വം. പിന്നെ അടുത്തതോ നാത്യാക്ഷി ശരണപ്രദ, ന അത്യാക്ഷി, അത്യാക്ഷി ന അത്യാക്ഷി, ന അത്യാക്ഷി ശരണപ്രദ. അപ്പൊ ഇവിടെ കച്ചിന്ന് വെച്ചാൽ അല്ലേ, അതോ എന്നൊക്കെ ചോദിക്കുന്നത്. ത്വം അങ്ങേ,
നീ തന്നെ എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. അങ്ങ് തന്നെ. ബ്രാഹ്മണന്, ബാലം കുട്ടി, ഗാം എന്ന് വെച്ച പശു, വൃദ്ധം എന്ന് വെച്ചാൽ പ്രായമായ ആൾക്കാർ, വൃദ്ധജനങ്ങളെ, രോഗികളെ, സ്ത്രീയം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ, പിന്നെ ശരണ ഉപസൃതം എന്ന് വെച്ചാല് സംരക്ഷണത്തിനായി സമീപിച്ചപ്പോൾ, ശരണ ഉപസൃതം, എന്ന് വെച്ചാൽ എന്നെ സഹായിക്കണം എന്നും പറഞ്ഞ് എന്നെ സമീപിക്കുന്നത്, ശരണ ഉപസൃതം. സത്വം, ഏതെങ്കിലും ഒരു ജീവിക്ക്, എന്ന് പറഞ്ഞാൽ അല്ലോ, അല്ലേ, അതല്ലെങ്കിൽ വേറെ. അത്യാക്ഷി, അഭയം നൽകാതിരിക്കുക. ഇവിടെ കണ്ണല്ല അത്യാക്ഷി, അഭയം നൽകാതിരിക്കുന്ന അവസ്ഥ അത്യാക്ഷി. പിന്നെ ശരണപ്രദ, അവർക്ക് ശരണം കൊടുക്കുന്ന, സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ലേ, ശരണപ്രദ അർഹിക്കുന്ന സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ലേ. കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം ശരണോ അവസൃതം സത്വം നാത്യാക്ഷി ശരണപ്രദ. ഹരേ കൃഷ്ണ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കച്ചിത്തം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം ശരണോപസൃതം സത്വം നാത്യാക്ഷി ശരണപ്രദഃ. നാത്യാക്ഷി, അത്യാക്ഷി, അതാണ് നാത്യാക്ഷി. ഓക്കെ. വായിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? വായിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വായിച്ചോളൂ. ഇതുവരെ വായിക്കാതെ കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗംവൃദ്ധം രോഗിണം സ്ത്രീയം ശരണോപസൃതം സത്വം നാത്യാക്ഷി ശരണപ്രദഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് ഇവിടെ ചോദിക്കുകയാണ്, വിവർത്തനത്തിൽ പറയുന്നത് ബ്രാഹ്മണരെ, ശിശുക്കളെ, ഗോക്കളെ, സ്ത്രീജനങ്ങളെ, അല്ലെ, കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗാം പശുക്കളെ, പിന്നെ അതുപോലെ സ്ത്രീജനങ്ങളെ, പിന്നെ ആരാ പറഞ്ഞിരിക്കുന്ന രോഗികളായിട്ടുള്ളവരെ, സ്ത്രീകളെ ഇവരെല്ലാം നിരന്തരം സംരക്ഷിക്കേണ്ടവനാണ് അങ്ങ്. കാരണം അങ്ങൊരു ക്ഷത്രിയനാണ്, ഇവരെ എല്ലാം സംരക്ഷിക്കേണ്ട ചുമതല അങ്ങേക്ക് ഉണ്ട്. അങ്ങ് അത് ചെയ്തില്ലേ എന്നാണ് ചോദിക്കുക. അങ്ങ് അഭയം യാചിച്ചു വന്ന ആർക്കെങ്കിലും സംരക്ഷണം നൽകാൻ അങ്ങേക്ക് കഴിയാതെ പോയോ? അങ്ങ് അവർക്ക് സംരക്ഷണം കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. സാമൂഹ്യ നന്മയ്ക്കായിട്ട് അതുപോലെ ആത്മീയവും ഭൗതികവുമായ ജ്ഞാനം ലഭിക്കുന്നതിന് ബ്രാഹ്മണർക്ക് കഴിവുള്ളവരാണ്, അവരാണ് അത് ചെയ്യുന്നത്. അപ്പൊ ബ്രാഹ്മണരെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. ബ്രാഹ്മണർ ഏതെല്ലാം രീതിയിൽ ആണ് അവരുടെ പ്രത്യേകതകളൊക്കെ പഠിച്ചതാണ്. രാജാവിന്റെ സംരക്ഷണം എല്ലാ അർത്ഥത്തിലും അർഹിക്കുന്നവരാണ് അവർ. അതുപോലെ ശിശുക്കളും ഗോക്കളും രോഗികളും സ്ത്രീജനങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ എന്തെങ്കിലും അവർക്ക് പോരായ്മ ഉണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ജീവാത്മാക്കൾക്ക് ക്ഷത്രിയന്മാരാൽ സംരക്ഷണം ലഭ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായും അത് ക്ഷത്രിയർക്ക് ഒരു അപമാനം തന്നെയാണ്. എന്തെങ്കിലും വീഴ്ച ആ രീതിയിൽ നിനക്കുണ്ടായോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം ബ്രാഹ്മണരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെല്ലാം രീതിയിലാണ് അത് അവർക്ക് ബ്രാഹ്മണരെ പ്രത്യേകിച്ച് മറ്റുള്ളവരെ ക്ഷത്രിയരും ബ്രാഹ്മണരെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ബ്രാഹ്മണര് പ്രത്യേകിച്ചും ശമന്തവം, തപസ്സേ, ശൗചം, ശാന്തി, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം ഇതെല്ലാം ബ്രാഹ്മണരുടെ ഗുണവിശേഷങ്ങളാണെന്ന് ഭഗവത്ഗീതയിൽ പ്രത്യേകിച്ച് പറഞ്ഞു. ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ആൾക്കാര് നോക്കേണ്ടതാണ്. അതിന് പറ്റിയില്ലേ? അതുപോലെ പാവപ്പെട്ട സ്ത്രീകളെയും വൃദ്ധജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നോക്കേണ്ടതാണ്. അതും സാധിച്ചില്ലേ? അതുകൊണ്ട് വല്ലതുമാണോ നിനക്ക് ഈ വിഷമം ഉണ്ടായത്? ഈ വിഷമാവസ്ഥയ്ക്ക് കാരണമെന്ന് ജ്യേഷ്ഠൻ അനുജനോട് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ 41 ശ്ലോകം വരെ നമ്മൾ എടുത്തു. ഇനി അടുത്ത 42 നമുക്കിവിടെ നിർത്താൻ സമയമായി. ഹരേ കൃഷ്ണ.